പണ്ട് കുട്ടിക്കാലത്തെ ഈ പെരുന്നാളെന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കസിൻസ് എല്ലാവരും വരും, നമ്മളെല്ലാവരും ഒരുമിച്ച് പള്ളിയിൽ പോവും, വീട്ടിലെ മുതിർന്നവർ നമുക്ക് കുറച്ച് പോക്കറ്റ് മണിയൊക്കെ തരും. അതൊക്കെ ആയിട്ട് ഈ ആക്രി പീക്രിയൊക്കെ കിട്ടുന്ന കടയിലൊക്കെ നിരങ്ങി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ഇതൊക്കെയായിരുന്നു അന്നത്തെ പെരുന്നാളിൻ്റെ ഹൈലൈറ്റ്. പക്ഷെ ഇത്തിരി അങ്ങോട്ട് മുതിർന്ന് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ വിധ ആഘോഷങ്ങളോടൊക്കെ ചെറിയൊരു പുച്ഛം വന്നു തുടങ്ങിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പ്രായമായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പെരുന്നാൾ ഉത്സവങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെണ്ടകൊട്ടും ബാൻഡ് മേളവും പടക്കം പൊട്ടിക്കലും പള്ളിപ്പോക്കും ഭക്ഷണം കഴിക്കലും മാത്രമല്ലാന്ന്. എന്നെ കെട്ടിച്ചുവിട്ട ഈ അങ്കമാലിയിൽ പെരുന്നാൾ കൂടാൻ വേണ്ടി മാത്രം ലീവ് പ്ലാൻ ചെയ്തു വരുന്ന എത്ര പ്രവാസികളുണ്ടെന്നറിയാമോ? അവരെയൊക്കെ സംബന്ധിച്ച് ഇതൊക്കെ വിശ്വാസം മാത്രമല്ല. ഫോർ ദെം ഇറ്റ്സ് അബൌട്ട് പ്രിസർവിങ് ദ മെമ്മറീസ്. അതേ പ്രദക്ഷിണം, അതേ പാട്ട്, വർഷം മാറിയാലും മിക്കവാറും മാറാത്ത തീയതി. ആൻഡ് ദീസ് റിമൈൻഡ്സ് us we are part of something older than us, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിൻ്റെയൊക്കെ ബേസ് തന്നെ ഇതൊക്കെയല്ലേ? ദേ ആർ ദ സോഷ്യൽ ഗ്ലൂ. അതുകൊണ്ട് ഇത്തവണ ലീവ് എടുത്ത് വീട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ എനിക്ക് ശരിക്കും പണ്ട് കുട്ടിക്കാലത്ത് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കിട്ടുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു.